നമസ്കാരം. ഞായറാഴ്ച നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് പിന്നാലെ വീണ്ടും ആക്രമണം ഘടിപ്പിച്ച് യുക്രൈൻ. റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർത്തു. സ്ഫോടനം നടത്തിയത് വെള്ളത്തിനടിയിലൂടെയാണെന്ന് യുക്രൈൻ വ്യക്തമാക്കി. സ്ഫോടനത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിരോധിച്ചു. 1 ടണ്ണിലേറെ സ്ഫോടക വസ്തുക്കൾ ആക്രമണത്തിനായി ഉപയോഗിച്ചുവെന്നും യുക്രൈൻ വ്യക്തമാക്കി. അതേസമയം തീവ്രവാദി ആക്രമണമാണ് യുക്രൈൻ നടത്തിയതെന്ന് റഷ്യൻ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി ആരോപിച്ചു. 1100 കിലോ സ്ഫോടക വസ്തുക്കളാണ് ക്രിമിയയിലെ പാലം തകർക്കാൻ ഉപയോഗിച്ചതെന്നും 2022-ലും 2023-ലും പാലം ആക്രമിച്ചിരുന്നുവെന്നും ഇത്തവണ വെള്ളത്തിനടിയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂവെന്നും യുക്രൈൻ വക്താവ് വ്യക്തമാക്കി. പാലം തകർന്നുവെന്നും യുക്രൈൻ അവകാശപ്പെട്ടു. അതേസമയം സ്ഫോടനത്തിന് പിന്നാലെ പാലം താൽക്കാലികമായി അടച്ചുവെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഇതേക്കുറിച്ച് റഷ്യ ഇതുവരേക്കും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായും അവ പൊട്ടിത്തെറിച്ച് പാലത്തിന്റെ അണ്ടർ വാട്ടർ തൂണുകൾ തകർന്നതായും SBU വിവരിച്ചു. പാലത്തിന്റെ നിരവധി താങ്ങുതൂണുകളിൽ ഒന്നിന് സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും SBU പങ്കുവച്ചിട്ടുണ്ട്. വിവിധ നഗരങ്ങളിലായി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെടുകയും 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം റഷ്യയും യുക്രൈനും തമ്മിൽ ഇസ്താംബൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന 2ാം ഘട്ട സമാധാന ചർച്ചയിലും വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയാകാതെ പിരിഞ്ഞു. യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാൻ ഇരു രാജ്യങ്ങളും ധാരണയായെങ്കിലും വെടിനിർത്തൽ ധാരണ നീളുകയാണ്. ഞായറാഴ്ച യുക്രൈൻ നടത്തിയ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ വ്യോമതാവളങ്ങളിൽ ഉണ്ടായിരുന്ന 41 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. യുക്രൈനിൽ നിന്ന് 7000 കിലോമീറ്ററിലധികം അകലെയുള്ള ആർട്ടിക് സൈബീരിയൻ വിദൂര മേഖലകളിലെ വ്യോമതാവളങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ യുദ്ധവിമാനങ്ങളാണ് നശിച്ചത്. ഇതോടെ റഷ്യയുടെ അടുത്ത നീക്കം എന്തെന്ന ആശങ്കയിലാണ് ലോകം. റഷ്യയിലെ പ്രധാനപ്പെട്ട 5 വ്യോമതാവളങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. വ്യത്യസ്ത മേഖലകളിലുള്ള താവളങ്ങളിൽ റഷ്യയുടെ ദീർഘദൂര വ്യോമ ആയുധങ്ങൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. ട്രക്കുകളിൽ ഒളിപ്പിച്ച കാർഗോ കണ്ടെയ്നറുകളിൽ രഹസ്യമായി റഷ്യയിലെത്തിച്ച ശേഷം പിന്നീട് റിമോട്ട് ഉപയോഗിച്ച് വിക്ഷേപിക്കുകയായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് 1941 ഡിസംബർ 7-ന് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സംഭവത്തോടാണ് യുക്രൈന്റെ റഷ്യൻ ആക്രമണത്തെ പലരും താരതമ്യപ്പെടുത്തുന്നത്. ആക്രമണം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ അമേരിക്ക അന്ന് ലോകമഹായുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. അതേസമയം യുക്രൈൻ റഷ്യക്ക് ഇത്രയും കനത്ത തിരിച്ചടി നൽകിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന്റെ പ്രധാന ശില്പി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ചിത്രം റഷ്യ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇയാൾ യുക്രൈൻകാരാണെന്നും റഷ്യ പറയുന്നു. സ്പൈഡേഴ്സ് വെബ് എന്നാണ് 1.5 വർഷം മുമ്പ് ആരംഭിച്ച ഈ ആക്രമണ പദ്ധതിക്ക് യുക്രൈൻ പേരിട്ടിരുന്നത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ വലിയ ഭീഷണിയായി മാറിയിരുന്നു. റഷ്യ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നായിരുന്നു ഈ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ അയക്കുന്നത്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിധം ദൂരെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ ചില പോർവിമാനങ്ങൾ പലപ്പോഴും രാത്രികാലങ്ങളിൽ അതിർത്തി കടന്നെത്തി യുക്രൈനിൽ ആക്രമണം നടത്തുന്നതും പതിവായിരുന്നു. റഷ്യ അവരുടെ പോർവിമാനങ്ങൾ അതീവ രഹസ്യ കേന്ദ്രങ്ങളിലായിരുന്നു ഒളിപ്പിച്ചിരുന്നത്. 1.5 വർഷം മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി SBU മേധാവി ലഫ്റ്റനന്റ് ജനറലിനോട് ഇവ കണ്ടെത്താനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഡ്രോണുകൾ വാഹനങ്ങളുടെ ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ ഒളിപ്പിച്ചതും പിന്നീട് അവ ട്രക്കുകളിൽ ഘടിപ്പിച്ചതും പിന്നീടാണ് റഷ്യയിലേക്ക് ആക്രമണം നടന്നത്. സ്പൈഡേഴ്സ് വെബിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി യുക്രൈൻ തെരഞ്ഞെടുത്തത് ചെല്യാബിൻസ്ക് എന്ന നഗരമായിരുന്നു. ഇവിടെയുള്ള ഒരു വെയർഹൌസിലാണ് ഡ്രോണുകളും അവയുടെ ലോഞ്ചറുകളും കൂട്ടിച്ചേർക്കുകയും അയക്കുകയും ചെയ്തെന്നാണ് കരുതപ്പെടുന്നത്.